നമുക്കുപകാരമില്ലേ പിന്നെ നമുക്ക് ആരെയും വേണ്ട. അവൻ ജീവിച്ചിരുന്നപ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു എല്ലാവർക്കും. പക്ഷേ അവനെ കൊല്ലം കൊണ്ടുപോയപ്പോൾ ആരും ഉണ്ടായില്ല. ഇന്നവൻ്റെ ശരീരാഭിഷേകം ചെയ്യാൻ ആരുമില്ല. വിളിച്ചിട്ടാരും വന്നുമില്ല. എല്ലാവരും അവനെ മറന്നു. കുറേ പേർക്ക് പേടിയും സങ്കടവും. പക്ഷെ കർത്താവേ, ഞാൻ നിന്റെ കല്ലറയിൽ വരും. ആരൊക്കെ എതിർത്താലും കല്ല് മാറ്റാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ആരാ കല്ല് മാറ്റിയത്? യൂതന്മാർ അവന്റെ ശരീരവും കട്ടുകൊണ്ട് പോയോ? എന്തൊരു ക്രൂരത അവര് ചെയ്യുന്നത്. യേശുവേ, നിന്റെ ശരീരം കാക്കാൻ പോലും ഞങ്ങൾക്കായില്ലല്ലോ. ഞാനിനി ആരോട് ചോദിക്കും? എന്റെ കർത്താവേ, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രഭു, അങ്ങവനെ എടുത്തോണ്ട് പോയെങ്കിൽ എവിടെ വെച്ചെന്ന് എന്നോട് പറയാം. ഞാൻ അവനെ എടുത്തോണ്ട് പോയിക്കൊള്ളാം. ഞാൻ അവനെ കൊണ്ട് മറിയം, റബ്ബോനി, മേരി പറഞ്ഞത് ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല കളപ്പോൾ. അവൻ ഉയർത്തു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാനാ? ആ, അത് ശരിയാ. പക്ഷെ എന്നാലും മേരി അങ്ങനെ പറയുമ്പോൾ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. വാ, നമുക്ക് എമ്മാവൂസിലേക്ക് വേഗം പോവാം. ഹേയ്, നിങ്ങൾ എമ്മാവൂസിലേക്കാണോ? ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ. ആ, അതിനെന്താ? ക്ലപ്പോ, ആ അപ്പം എടുത്തു കൊടുത്തേ. നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. ക്ലപ്പോ, ഇതവനല്ലേ? അതെ. കർത്താവിനെ നിങ്ങൾ കണ്ടെന്നോ? ഇതേ ഒരാഴ്ച മുന്നേ ആ മേരി പറയുന്നത് കേട്ടതാ. അവൾ കർത്താവിനെ കണ്ടെന്ന്, അതും തോട്ടക്കാരൻ്റെ രൂപത്തിൽ കർത്താവ് വന്നെന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റിയ കാര്യമാണ്? ശരിക്കും ഞങ്ങളും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എമ്മാവൂസിലേക്ക് പോയപ്പോൾ ഞങ്ങൾ കണ്ടതാ. അവനപ്പം മുറിച്ചതും അപ്രത്യക്ഷമായതും. ശരിയാ തോമസേ, അവൻ പറഞ്ഞത് ശരിയാ. മേരി പറഞ്ഞത് ശരിയാ. ഞങ്ങളെല്ലാവരും കണ്ടതാ. അവൻ തിരിച്ചു വന്നു. തോമസേ, നീ അവിടെ ഉണ്ടായില്ല. അവൻ തിരിച്ചു വന്നു തോമസ്. അതെ, അവൻ മരണത്തെ ജയിച്ച് തിരിച്ചു വന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ ഓർക്കുന്നില്ലേ അന്ന് ആ പെസഹ തിരുനാൾ സമയം നാം എല്ലാവരും ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. ഗെത്സമേനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരുന്നതാ. പിന്നെ ആ പട്ടാളക്കാർ വന്നപ്പോൾ നമ്മൾ ഓടിപ്പോയതാ അവനെ വിട്ടിട്ട്. അവൻ്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് പോലും നമ്മൾ ഒരിക്കലും അവൻ്റെ കൂടെ നിന്നിട്ടില്ല. ആ നമ്മളെ തിരക്കി അവൻ എന്തിനാ വീണ്ടും വരുന്നത്? നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? അവനിനി വരില്ല. അവൻ എന്തിനാ വരുന്നത്? ആ മേരിക്ക് തോന്നിയതാ. ഒരു തോട്ടക്കാരനെ കണ്ടിട്ട് അവക്ക് കർത്താവായിട്ട് തോന്നിയതാ. നിങ്ങൾക്കും അതുപോലെ തോന്നിയതാ. എൻ്റെ തോമസേ, ഞങ്ങളെല്ലാവരും അവനെ കണ്ടതല്ലേ. ഞങ്ങൾക്ക് തോന്നിയതല്ല തോമസ്. നീ ഒന്ന് വിശ്വസിക്ക്. ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ ആൻഡ്രൂ? അവന് വരാൻ പറ്റുമോ? കാരണം അവൻ ജീവന് തുല്യം
നമ്മെ സ്നേഹിച്ചതല്ലേ? അവൻ നമ്മളെ എവിടെയൊക്കെ കൊണ്ടുപോയത്. അവൻ്റെ അത്ഭുതങ്ങൾ നമ്മളെ കാണിച്ചു. മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു. അവൻ്റെ എത്ര അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടത്. സ്വർഗരാജ്യത്തിൽ എങ്ങനെ എത്തണമെന്നും ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അവൻ പറഞ്ഞു തന്നില്ലേ? എന്നിട്ടും നമ്മളാ അവനെ വിട്ടുപോയത്. അവൻ തിരിച്ചു വന്നു തോമസേ. ദേ, എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. എനിക്ക് അവനെ കാണണം. അവൻ്റെ കൈകളിലെ മുറിവും കാണണം. അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വിരലുകൾ വെക്കുകയും വേണം. അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് സമാധാനം. തോമസ്, നിന്റെ വിരലിവിടെ കൊണ്ടുവരിക. എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ.